നമസ്കാരം. മേഘ, എന്താണ് നമ്മൾ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഭയപ്പെടേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്? രാഷ്ട്രീയമല്ലേ? രാഷ്ട്രീയമാണ് തീർച്ചയായിട്ടും. പക്ഷേ ഒന്ന് ചോദിക്കട്ടെ, നമ്മൾ കൊലപാതകികളെ പേടിക്കണോ അല്ലെങ്കിൽ കഞ്ചാവ് കേസിലെ പ്രതികളെ പേടിക്കണോ? അങ്ങനെയൊക്കെ ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ? കാരണം ഇപ്പോ സമൂഹ മാധ്യമങ്ങളിലും ഇപ്പോ ന്യൂസ് ചർച്ചകളിലും ഏറ്റവും സജീവമായ ഒരു പേരെന്താണ്? വേടൻ. വേടൻ. എന്തുകൊണ്ടാണ്? വേടൻ കഞ്ചാവ് വലിച്ചില്ലേ? കഞ്ചാവ് വലിച്ചു. പക്ഷെ ഇപ്പോ നിലവിൽ വേടന് എതിരെയുള്ള ഒരു കേസ് എന്താണ്? കഞ്ചാവ് വലിച്ചു എന്ന് പറഞ്ഞിട്ടാണോ അകത്ത് കടന്നത്? അല്ല, കഞ്ചാവ് വലിച്ചു എന്ന് പറഞ്ഞ വേടനെ കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് നടക്കാതെ ആയപ്പം അവിടെ വേടന്റെ വീട്ടില് പരിശോധന നടത്തിയപ്പോ ഒരു ആക്സ് കിട്ടി, അതായത് കോടാലി കിട്ടി. മാരകായുധം വേടൻ വീട്ടിൽ സൂക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് കേസെടുക്കാൻ നോക്കി. പക്ഷെ അത് പാളിപ്പോയി. അതായത് പരിശോധന നടത്തിയ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വേടനും വേടന്റെ ആളുകളൊക്കെ പറഞ്ഞു അത് ഒറിജിനൽ ആയുധമല്ല, ഞങ്ങൾ പരിപാടിക്ക് വേണ്ടിയിട്ടൊരു റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ആയുധത്തിന്റെ മോഡലാണ്. അപ്പം ഒന്നും നടക്കില്ല എന്ന് കണ്ടപ്പോൾ അടുത്തത് പുലിപ്പല്ലായിരുന്നു. ഇപ്പൊ പുലിപ്പല്ലിന്റെ പേരിലാണ് വേടനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പല ഉദ്യോഗസ്ഥരെന്നൊന്നും പറയണ്ട, കേരളത്തിന്റെ വനം വകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഓക്കെ. നമ്മൾ ഈ വേടൻ എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം. നമ്മുടെ നാട്ടില് ഈ ഇടയായിട്ട് പല കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന് പറവൂർ ചേതമംഗലത്ത് 3 പേരെ വീട്ടിൽ കയറി വെട്ടിക്കൊന്ന ഒരു സംഭവം, ഋതു ജയൻ. മറ്റൊന്ന് വന്ദന കേസ്, ഏറ്റവും വലിയ ചർച്ചയായ ഒരു കേസായിരുന്നു വന്ദന കേസ്, പ്രതി സന്ദീപ്. പിന്നെ വെള്ളറട കേസ്, റെജിൻ. ഇതെല്ലാം നമുക്ക് അറിയുന്ന ഒരു ഇതാണ്. ഇവരൊക്കെ എന്താണ്, ലഹരിക്ക് അടിമയായിട്ടുള്ള ആളുകളാണ്. വേടൻ ലഹരിക്ക് അടിമയാണ്, അതിനനുസരിച്ചുള്ള ഒരു കേസല്ലേ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. നമ്മൾ അതിനൊരിക്കലും ലഹരിയെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ കൊലപാതകങ്ങളൊക്കെ വെറും ക്രൈം. അത് കുറച്ച് കഴിയുമ്പോൾ ഒതുങ്ങി പോകുന്ന ഒരു കേസ് മാത്രമായി. ലഹരിക്കെതിരെ പോരാടുന്നു എന്ന് പറഞ്ഞ് പോലീസും രാഷ്ട്രീയക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? ആരെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആരെയാണ് അടിച്ചമർത്തുന്നത്? ഇന്ന് ഈ കേരളത്തിൽ ഒരു കലാകാരൻ മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആരാണ്? രാഷ്ട്രീയം എന്നതിന് രാഷ്ട്രീയം ഉണ്ട്, പക്ഷെ സർക്കാരിന് അതിന് വലിയൊരു പങ്കുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ സർക്കാർ എന്ന് പറയുന്നത് ഇടത് സർക്കാരാണെന്ന് അറിയാലോ. അപ്പം ഇടത് സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു ശ്രമം എന്ന് പറയുന്നത് അടുത്ത ഇലക്ഷൻ ഒക്കെ വരാൻ പോകുന്ന സമയമായതുകൊണ്ട് തന്നെ സർക്കാരിന് ഒരുപാട് വിമർശനങ്ങളൊക്കെ ഏറ്റുകൊണ്ടിരിക്കുന്ന ഒരു 2ാം ഭരണകാലം. അപ്പോ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ ഇനി ഒരു വളർച്ച ഉണ്ടാകില്ല എന്നുള്ളൊരു ബോധ്യത്തിൽ എത്തിയിരിക്കുന്ന സമയമാണ് ഇടത് സർക്കാരിനെ സംബന്ധിച്ച്. ഈ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ഓരോ ദിവസവും പറയുന്നത് പോലെ പലതരത്തിലുള്ള ക്രൈമുകൾ, എല്ലാത്തിനും അടിസ്ഥാനം എന്ന് പറയുന്നത് ലഹരിയാണ്. ലഹരി വസ്തുക്കൾ അമിതമായിട്ട് എത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വരുന്നത്. അപ്പോ എന്തുകൊണ്ട് സർക്കാർ ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ള ചോദ്യമൊക്കെ വന്നപ്പോഴാണ് സർക്കാർ ലഹരി വിമുക്ത കേരളമാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നതും അതിനുവേണ്ടി ലക്ഷങ്ങൾ മുടക്കി ക്യാമ്പയിൻ നടത്തുന്നതും ഒക്കെ. അപ്പോ അതിന്റെ പേരിലാണ് ഇപ്പോ വേടനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നതടക്കം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യഗ്രതയായിരുന്നു കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും വേടൻ ലഹരി ഉപയോഗിച്ചു എന്ന് ആരോ ഒരു സന്ദേശം കൊടുക്കുന്നു, അതിന്റെ പേരിൽ അവിടെ എത്തുന്നു. പിന്നീട് അങ്ങോട്ട് നടന്നത് മുഴുവൻ ഒരു വേടൻ എന്തോ ഒരു ഈ ലോകത്തിന് മൊത്തം നശിപ്പിക്കാൻ വേണ്ടിട്ട് എന്തോ ഒരു വലിയ കുറ്റം ചെയ്ത രീതിയിൽ. എനിക്ക് ചോദിക്കാനുള്ളത്, എപ്പോഴെങ്കിലും വേടൻ എന്ന ഇദ്ദേഹം എപ്പോഴെങ്കിലും ഒരു വേദിയിലോ അല്ലെങ്കിൽ പരസ്യമായിട്ട് എവിടെയെങ്കിലും വെച്ച് ലഹരി ഉപയോഗിക്കുകയോ ആരെങ്കിലും ആക്രമിക്കുകയോ എങ്ങനെ ചെയ്തതായിട്ട് വല്ല കേസും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു കേസൊന്നും ഇല്ല. പക്ഷെ എങ്കിൽ പോലും വേടൻ ചെയ്തത് ശരിയാണ് എന്ന് തീർച്ചയായിട്ടും പറയാൻ കഴിയുന്ന കാര്യമല്ല. വേടൻ ഇപ്പം ലഹരി പൊതുവായിട്ട് ലഹരി ഉപയോഗിച്ചില്ല എന്ന് പറയുമ്പോൾ അത് ആളുകളിലേക്ക് എത്തുന്നത് വേടൻ ഇപ്പൊ ചെയ്ത കാര്യം ശരിയല്ലേ നമ്മൾ പറയുന്നത് പോലെയാണ്. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. വേടൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷെ വേടൻ അവിടെ ഒരു തിരുത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് താൻ ചെയ്തത് തെറ്റാണ് എന്ന് തനിക്ക് ബോധ്യപ്പെട്ടു, താൻ ഇനി ശരിയാവാൻ ശ്രമിച്ചോളാം, തന്നെ കണ്ട ആരും പഠിക്കരുത്, താൻ ചെയ്തത് തെറ്റാണെന്ന് തുറന്നു പറയാൻ കാണിച്ചൊരു ധൈര്യം, അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം വേടനെ നമുക്ക് വീണ്ടും ഒരു ചർച്ചയ്ക്ക് എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. വേടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ സാധാരണ കേരളത്തിൽ ഓരോ ദിവസവും പലതരത്തില് ലഹരി വസ്തുക്കൾ പിടിക്കുന്നുണ്ട്. ഈ പറയുന്നത് പോലെ വേടന്റെ വീട്ടിൽ നിന്ന് പിടിച്ച 7 ഗ്രാം കഞ്ചാവ് എന്നല്ല പലരിടത്തു നിന്നും പിടിക്കുന്നത്. 7 ഗ്രാം കഞ്ചാവ് എന്ന് പറയുന്നത് അവർ 9 പേര് ചേർന്ന് ഉപയോഗിക്കാൻ വേണ്ടി, അതായത് ഒരാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ 1 ഗ്രാം പോലും തികച്ചു വരാത്ത ഒരു, ന്യായീകരിക്കില്ല എങ്കിൽ പോലും പറയാണ്, അത്രമാത്രം ചെറിയൊരു ക്വാണ്ടിറ്റിയിലുള്ള ലഹരിയാണ് എടുത്തത്. പക്ഷെ അധികൃതരെ സംബന്ധിച്ചും മാധ്യമങ്ങളെ സംബന്ധിച്ചും വേടൻ എന്നുള്ള ഒരു പേരായിരുന്നു അവിടെയുള്ള പ്രശ്നം. അതെ,
അത് പല തരത്തിലുണ്ട്. നമ്മൾ അതിനെ എടുത്തു നോക്കണം. കാരണം എന്ന് പറയുന്നത് വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരൻ അത് യഥാർത്ഥത്തില് ഒരു റാപ്പർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഈ കേരളത്തിൽ ഇപ്പൊ ലഹരിക്കെതിരായിട്ട് നിരവധി തവണ സംസാരിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഒരാളാണ് വേടൻ. അതുകൊണ്ട് തന്നെയാണ് വേടൻ എന്ന പേര് അവിടെ കഞ്ചാവ് ലഹരി കേസ് എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ ചർച്ചയാവാൻ കാരണം അത് തന്നെയാണ്. പല വേദികളിലും സമൂഹത്തിന് വേണ്ടിയിട്ട് പലപ്പോഴും സംസാരിച്ചിട്ടുള്ള പല കാര്യങ്ങളും സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് വേടൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ലഹരി കേസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇത്രയും ഹൈപ്പ് കയറാനുള്ള കാരണം. പക്ഷെ അതിൽ നിന്നും വ്യതിചലിച്ച് എന്തുകൊണ്ടാണ് മറ്റൊരു പല മാത്രം ഫോക്കസ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയത്? അതിപ്പം ഈ വേടന്റെ കൂട്ടത്തില് ബാക്കി 8 പേരെയും കുറിച്ച് ഒരു പേര് പോലും ഒരാൾ പോലും ഉച്ചരിച്ചിട്ടില്ല എന്നുള്ളതാണ്. 8 പേരെ പിടിച്ചു, 9 വേടൻ അടക്കം 9 പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് ദിവസം വാർത്ത വന്നത്. പക്ഷെ അതിൽ നിന്ന് അങ്ങോട്ട് വേടൻ 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 മാത്രമാണ് ഉണ്ടായത്. അത് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേടൻ എന്ന് പറയുന്ന ഒരു റാപ്പറിന്റെ ഒരു രീതിയും അദ്ദേഹത്തിന്റെ ഈ സംസാരവും ഒക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഇപ്പോ റാപ്പ് എന്ന് പറയുന്ന ഒരു സംഗീതം എന്താണ് എന്നറിയാമോ? വേടൻ എന്ന് പറയുന്ന ആളുടെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ഹിരൺദാസ് മുരളി എന്നാണ്. അപ്പോ ആ ഒരു പേരിൽ നിന്നൊക്കെ മാറി അല്ലെങ്കിൽ ഒരു ലേബലായിട്ട് വേടൻ എന്നുള്ള പേര് തിരഞ്ഞെടുക്കുന്നതിനടക്കം ഒരു കാരണമുണ്ട്. അതായത് വേടൻ പോകുന്ന വഴി എന്ന് പറയുന്നത് റാപ്പ് സംഗീതത്തിലൂടെയാണ്. റാപ്പ് എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെട്ടവന്റെ രാഷ്ട്രീയം പറയാനുള്ള ഒരു വേദി എന്നാണ് പലപ്പോഴും അതിനെ പറയുന്നത്. 1970 കാലഘട്ടത്തിലൊക്കെ പ്രതിരോധത്തിന്റെ ഒരു രീതിയായിട്ടൊക്കെയാണ് ഈ ഒരു കല ഉണ്ടായി വരുന്നത്. പല കലാരൂപങ്ങളും ഉണ്ടായി വരുന്നത് അങ്ങനെയാണ്. ഇപ്പം ചാക്യാർകൂത്ത് പോലെയുള്ള പല കലാരൂപങ്ങളും എന്താണ് ചെയ്യുന്നത്? ഇവിടുത്തെ കാര്യങ്ങളെ രാഷ്ട്രീയപരമായിട്ടൊക്കെ വിമർശിക്കുകയാണ്. പക്ഷെ ഒരു ഹാസ്യ രൂപേണയുള്ള വിമർശനം. അതുപോലെ പാട്ട് രൂപേണയുള്ള കാര്യങ്ങൾ ആണ് വേടന്റെ ഈ റാപ്പ് സംഗീതത്തിൽ ഉണ്ടായിരുന്നത്. പണ്ട് കാലത്തൊക്കെ വടക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കയിലൊക്കെയാണ് ഇത്തരത്തിലുള്ള റാപ്പ് സംഗീതം ഉടലെടുക്കുന്നത്. കാരണം എന്താണ്? ആഫ്രിക്കയുടെ ആ ഒരു പ്രദേശങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ കളർ ഡിസ്ക്രിമിനേഷനും ജാതി വിവേചനം ഒക്കെ ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ഇങ്ങനെ ഒരു പാട്ടുണ്ടാകുന്നത്. ആളുകൾക്ക് സന്തോഷത്തിന് വേണ്ടി അല്ലെ ആനന്ദത്തിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടായിട്ടുള്ള ഒരു പാട്ടൊന്നുമല്ല ഈ പറയുന്ന റാപ്പ് എന്ന് പറയുന്നത്. പലപ്പോഴും കറുത്ത വർഗ്ഗക്കാരെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ അടക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉടലെടുത്തതാണ് റാപ്പ് എന്ന് പറയുന്നത്. പലപ്പോഴും രാഷ്ട്രീയ ചർച്ചകൾ തന്നെയാണ് ഈ റാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ കാലത്തിനൊത്ത് കോലം മാറുക എന്ന് പറയുന്നത് പോലെയാണ് കേരളത്തിലെ പല പാട്ടുകാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥരെയും പൊളിറ്റീഷ്യൻസിനെയും ഒക്കെ പ്രീതിപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട് പലപ്പോഴും സ്വന്തം ആശയങ്ങളെ സ്വയം അടിച്ചമർത്തുന്ന രീതിയാണ്. പക്ഷെ വേടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ചെയ്തത് ആ ഒരു കാര്യത്തിൽ നിന്ന് മാറ്റം വരുത്തി. അയാൾക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ അയാളുടെ സൊസൈറ്റിക്ക് പറയാനുള്ളത്, അയാൾ വളർന്നു വന്ന ആളുകൾ ചുറ്റുപാടിന് പറയാനുള്ളത് വേടൻ തുറന്നു പറഞ്ഞു. അത് ഏറ്റവും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വേടൻ എന്ന പേര് പോലും തിരഞ്ഞെടുത്ത രീതി. വേടൻ എന്ന് പറയുമ്പോൾ അത് ഒരു ആദിവാസി വിഭാഗത്തിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഒരു പേരെടുത്തത്. അപ്പോ അങ്ങനെയുള്ള ഒരാള് ഈ രാഷ്ട്രീയക്കാരെയും ഈ ഇവിടെ നടക്കുന്ന അനീതികൾക്കെതിരെയൊക്കെ സംസാരിക്കുമ്പോൾ അത് പൊതുവെ കേരളത്തിൽ വളർന്നു വരുന്ന ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം അന്നും ഇന്നും ഉള്ളിൽ ജാതി വെറി കൊണ്ട് നടക്കുന്ന ആളുകളാണ്. ഇന്ന് വലിയ പുരോഗമനവാദം പറയുന്ന ആളുകൾക്ക് ഉള്ളിൽ പോലും ഞാനൊരു ഉയർന്നവനാണ്, ഞാനൊരു താഴ്ന്ന ആൾക്കാരാണ് എന്ന് തോന്നുന്ന ഒരു രീതിയുണ്ട്. അത് തന്നെയാണ് വേടന് തളർത്താൻ വേണ്ടി ഒരു അവസരം കിട്ടിയപ്പോൾ പലരും ഉപയോഗിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അതേ തീർച്ചയായിട്ടും തുടക്കത്തിൽ തന്നെ നമ്മുടെ വേടൻ ആദ്യ പാട്ട് എന്ന് പറയുന്ന ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്ന് പറഞ്ഞു വോയിസ്ലെസ് എന്നുള്ള ഒരു പാട്ടായിരുന്നു ഫസ്റ്റ് ഇറങ്ങിയത്. അപ്പോ ആ പാട്ടില് വേടൻ പറഞ്ഞു വെച്ചത് ഇതാണ്. അതായത് അടിച്ചമർക്കപ്പെടുന്ന ആളുകളുടെ കറുത്ത നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചവരുടെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് ആ പാട്ടിലൂടെ പറഞ്ഞിരുന്നത്. അത് മാത്രമല്ല ഒരു നേതാവ് എന്ന് പറയുന്നത് അത് ഈ നാട്ടിലുള്ള ജനങ്ങളെ സംരക്ഷിക്കാനുള്ളത് ആണ് എന്ന് കൃത്യമായിട്ട് വേടൻ ആ പാട്ടിലൂടെ ആ വരികളിലൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ നാട്ടിൽ ഇപ്പൊ നടക്കുന്ന എന്താ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യം എന്നെ എടുത്തു നോക്കുക. ഞാനും എന്റെ മകളും എന്റെ കുടുംബവും ചേർന്നതാണ് ഇവിടുത്തെ രാഷ്ട്രീയം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ പറയുന്നത് പോലെ ഞാൻ പാണനല്ല, പറയാനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല എന്നുള്ള ഒരൊറ്റ വാക്കിലൂടെ
വ്യക്തമാക്കുന്നുണ്ട്. ഈ പറയുന്ന നേതാക്കന്മാർ എന്ന് പറയുന്നത് വെറും റെപ്രസെന്റേറ്റീവ് മാത്രമാണ്. ജാതിയോ മതമോ ഒന്നും തന്നെ ഈ സ്വതന്ത്രമായിട്ടുള്ള ഈ ഒരു രാജ്യത്ത് നോക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കി പറയുന്നതാണ് വേടന്റെ പാട്ടിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതാണ് പലർക്കും ബുദ്ധിമുട്ടായി തോന്നുന്നതും. ഈ പറയുന്ന നമുക്ക് പൊതുവെ ഈ രാഷ്ട്രീയം പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സംഭവം ജാതിയെ വോട്ടാക്കി മാറ്റുന്ന രാഷ്ട്രീയമാണെന്ന് കേരളത്തിൽ കണ്ടുവരുന്നത്, കാലങ്ങളായിട്ട് കണ്ടുവരുന്നതാണ്. അത് പൊളിച്ചെഴുതുന്ന ഒരു രീതിയിലേക്ക് വേടൻ മുന്നോട്ട് വരുമ്പോഴാണ് വേടനെ അടിച്ചമർത്തണം എന്നൊരു രീതിയിലേക്ക് വരുന്നത്. അതിന് വഴിയായത് ലഹരി കേസായിരുന്നു എന്ന് വേണം പറയാൻ. ഇതിലിപ്പം രാഷ്ട്രീയത്തിൽ എന്താണ് വേടന കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ ഈ യുവാക്കൾക്കും യുവതി യുവാക്കൾക്കൊക്കെ പൊതുവെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്തോ ഒരു നാണക്കേട്, അല്ലെങ്കിൽ പൊളിറ്റിക്സിന് അറിയാനോ അതിനോട് ഇൻട്രസ്റ്റ് കാണിക്കാനോ താല്പര്യമില്ലാത്തൊരു സമൂഹമാണ്. അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ്. പക്ഷെ അങ്ങനെയല്ല, രാഷ്ട്രീയം അന്നും ഇന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മളെ ഭരിക്കുന്നത്, നമ്മളെ ഭരിക്കാൻ പോകുന്നതും ആരാണെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പോ അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഇവിടെ എന്താണ് നടക്കുന്നത്, എന്താണ് നടക്കാൻ പോകുന്നത്, എന്താണ് നടക്കേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവ് വേണം. ആ ഒരു തിരിച്ചറിവ് ഒരുപക്ഷെ വേടൻ എന്ന് പറയുന്ന ഈ ഹിരൺദാസ് മുരളി കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാൽ ഉണ്ടാകും. അപ്പോ ഇവിടെ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇഴകീറി പരിശോധിക്കേണ്ടി വരും. അതായത് വേടൻ പറയുന്ന പല രാഷ്ട്രീയ രീതികളും, വേടന്റെ പല വാക്കുകളും ആളുകൾ അല്ലെങ്കിൽ യുവാക്കന്മാര് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നിലവിൽ ജാതിയെ വോട്ടാക്കി മാറ്റുന്ന പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും അതൊരു വലിയ തിരിച്ചടിയാണ്. ഇലക്ഷൻ ഒക്കെ വരുമ്പോൾ വേടൻ എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി ഒരു കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ ആളുകൾ അത് കൂടുതൽ ശ്രദ്ധിക്കും. നമ്മൾ നേരിട്ട് ഒരാളെ ബോധവൽക്കരിക്കുന്നത് പോലെയല്ല ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരാൾ സംസാരിക്കുന്നത്. അയാൾ സംസാരിക്കുമ്പോൾ 100 ആളിലേക്ക് എത്തും. അങ്ങനെ ഒരു വലിയ സമൂഹത്തെ തന്നെ മാറ്റി ചിന്തിക്കാനുള്ള കഴിവ് വേടനുണ്ട്. ആ ഒരു മാറ്റി ചിന്തിക്കാനുള്ള കഴിവ് വേടന ഉള്ളത് കൊണ്ട് തന്നെ വേടനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കുക എന്നുള്ളതാണ് പല രാഷ്ട്രീയക്കാരുടെയും ലക്ഷ്യം. ഇത് ഒരു രാഷ്ട്രീയ നേതാവിനെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംഘടനയോ മാത്രം പറയുന്നതല്ല. ഈ കേരളത്തിൽ, ഈ രാജ്യത്ത് ഇന്ന് വളർന്നു വരുന്ന എല്ലാ രാഷ്ട്രീയക്കാരെ കുറിച്ചും പറയുന്നതാണ്. തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, ഇപ്പോഴത്തെ ഈ ഒരു രീതിയിലുള്ള രാഷ്ട്രീയ പോക്ക് ഇത് എങ്ങോട്ടാണ്? പണ്ടൊക്കെ ഞാനൊക്കെ പഠിച്ച കാലത്ത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു റെപ്രസെന്റേറ്റീവിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നേതാക്കന്മാരുണ്ടാകുന്നു, രാജ്യത്തിൽ ഭരണം ഏറ്റെടുക്കുന്നു. അപ്പോൾ അതിനുശേഷം രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ആളുകൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും നേതാക്കന്മാര് ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതും. പക്ഷെ ഇവിടെ ഇപ്പം ഒരു CPM ഒരു നിലപാടെടുത്താൽ ആ CPMന്റെ നിലപാടിനെ എതിർക്കണമെന്ന് പറയാൻ വേണ്ടി മാത്രം, എതിർക്കുകയാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം തീരുമാനമെടുക്കുന്ന ഒരു കോൺഗ്രസ്, ഒരു BJP, അതാണ് കാണുന്നത്. അല്ലാതെ ഒരു വിഷയം എടുക്കുമ്പോൾ ആ വിഷയം രാജ്യത്തിന് നല്ലതാണ് എങ്കിൽ, സംസ്ഥാനത്തിന് നല്ലതാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ എതിർ പാർട്ടികൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോ അങ്ങനെയുള്ള രീതികളൊക്കെ മാറാൻ ഒരുപക്ഷെ വേടന്റെ ഒരു വളർച്ച സഹായിക്കും. അത് തന്നെയാണ് വേരോടെ പിഴുതു മാറ്റാൻ വേണ്ടി ശ്രമിച്ചത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വനംവകുപ്പിന്റെ നടപടിയെ കുറിച്ച് പറയേണ്ടത്. കാരണം 7 വർഷം വരെ തടവ് ലഭിക്കുന്ന വകുപ്പുകളായിരുന്നു വേടനെതിരെ വനംവകുപ്പ് ചുമത്തിയത്. അതും കഞ്ചാവ് ഒരു ലഹരി കേസിന് പിടിയിലായ വേടനെ വനംവകുപ്പിന്റെ ആ ഒരു രീതിയിലേക്ക് മാറ്റി അവിടെ വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ച ഒരു രീതിയാണ് വനംവകുപ്പ് ചെയ്തത്. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നതും ആ ഒരു രീതിയെ തുടർന്ന് തന്നെയാണ്. പിന്നെ സുരേഷ് ഗോപിയും എത്തി. വനംവകുപ്പിനെ കുറിച്ച് പറയുമ്പോൾ സുരേഷ് ഗോപി, മോഹൻലാല്, നമ്മുടെ വയനാട് കളക്ടറേറ്റിന്റെ പ്രശ്നങ്ങൾ വരെ അവിടെ ചുറ്റി വളഞ്ഞു കിടക്കുകയാണ്. ഇതിലിപ്പം വനം വകുപ്പിന്റെ ഒരു രീതി എന്ന് പറയുന്നത് വേടൻ ഒരു കേരളത്തിലുള്ള എല്ലാ ജീവികളെയും വേട്ടയാടി കൊന്ന് നശിപ്പിച്ച് ആ ഒരു രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. നിയമപരമായിട്ട് നമ്മുടെ കേരളത്തിലുള്ള ഓരോ ജീവികളെയും സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. അത് വേടൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്. പക്ഷേ വനം വകുപ്പ് ശ്രമിച്ചത് എന്താന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒരു കേസ് എടുക്കണം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഒന്നടങ്കം വേടന്റെ വീട്ടിൽ എത്തിയത് മുതൽ ശ്രമിച്ചുകൊണ്ടിരുന്ന അതാണ്. അതായത് വീട്ടിലെത്തിയ പാട് തന്നെ വേടന്റെ എതിരെ നടപടി എടുക്കാൻ ശ്രമിച്ചപ്പോ ജാമ്യം കിട്ടുന്ന കേസാണ് ഈ ലഹരി ഉപയോഗിച്ചു എന്ന രീതിയിൽ വരുന്നത്. അപ്പോ സ്വാഭാവികമായിട്ട് എന്തായാലും അറസ്റ്റ് ചെയ്തു. അപ്പോ വേടനെ എങ്ങനെയെങ്കിലും കുറച്ചു കാലമെങ്കിലും ജയിലിൽ കിടത്തിയാൽ മാത്രമേ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ട് എന്ന് തെളിയിക്കാൻ. ഒരാൾ ഒരു പ്രതിയായി കഴിഞ്ഞാൽ പിന്നെ സമൂഹം മൊത്തം അങ്ങനെയാണല്ലോ നോക്കി കാണുക. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താണോ അത് കേൾക്കാൻ ജനങ്ങൾ ഉണ്ടാവില്ല എന്നൊരു തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ടാണ് പിന്നീട് എന്ത് കിട്ടുമെന്ന് അവിടുന്ന് തെരഞ്ഞെടുപ്പ് ഇത് കിട്ടി. ഡ്യൂപ്ലിക്കേറ്റ് ഉപകരണമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധം കിട്ടി എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ചകൾ വരുന്നത്. പക്ഷെ അത് പിന്നീട് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് വേടന്റെ ശരീരം മൊത്തം സെർച്ച് ചെയ്യുന്നത്. അങ്ങനെയാണ്
ആ ഒരു ലോക്കറ്റ് ശ്രദ്ധിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ വേടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എത്ര പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്? കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോലും പങ്കെടുത്ത പരിപാടിയിൽ ആളുകൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലാതെ പകുതി വെച്ച് നിർത്തി പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അന്നും വേടൻ ധരിച്ചിരിക്കുന്ന അതേ ലോക്കറ്റ് തന്നെയാണ്, എല്ലാ പാട്ടിലും ഉണ്ടായ അതേ ലോക്കറ്റ് തന്നെയാണ്. എന്തുകൊണ്ട് ഈ ഒരു കേസ് വന്നപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ മാത്രം ആ ലോക്കറ്റിലേക്ക് പുലിപ്പല്ലല്ലേ എന്ന് അന്വേഷിക്കാൻ ഈ വനംവകുപ്പിനെ അത് മാത്രമല്ല, ഇപ്പോ അദ്ദേഹം ഒരു കലാകാരനാണ്. ഈ നിരവധി കലാകാരന്മാരുണ്ട്, അതിനേക്കാൾ ഇപ്പോൾ നമ്മുടെ നിരവധി രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. അവർക്കെല്ലാം സമ്മാനങ്ങൾ കിട്ടുന്നുണ്ട് അല്ലെ? എത്ര 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 വലിയ വലിയ ആളുകൾക്കാണ് സമ്മാനങ്ങൾ ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇഴകവാകി എല്ലാവരുടെയും മറ്റേ കിട്ടുന്ന എല്ലാ അഭിനന്ദനത്തിനായി കിട്ടുന്ന ഓരോ ഗിഫ്റ്റ്സും നമ്മൾ പോലീസുകാരെ ഇറങ്ങി പരിശോധിക്കേണ്ടി വരും. ഓരോ നേതാക്കന്മാരുടെയും ഓരോ കലാകാരന്മാരുടെയും അവരുടെ വീടുകളിൽ ചെന്ന് ഓരോന്ന് പരിശോധിക്കേണ്ടി വരും. അങ്ങനെ നേരത്തെ പരിശോധിച്ചിട്ടുണ്ട് മോഹൻലാലിന്റെ അല്ലെ? മോഹൻലാലിന്റേത് പരിശോധിച്ചു എന്നതിനേക്കാൾ ഉപരി ഇവിടെ വേടന് ഇപ്പോ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്ന ഈ ഒരു നിയമ പോരാട്ടവും മോഹൻലാലിനും സുരേഷ് ഗോപിക്കും ഒക്കെ ഉണ്ടായിരിക്കുന്ന നിയമ പോരാട്ടവും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ പറയുന്നത്. അതായത് വേടൻ എന്ന് പറയുന്ന ഒരാൾ എന്തോ ഒരു വലിയ കൊലപാതകം ചെയ്ത രീതിയിൽ ക്രൂശിക്കപ്പെടുകയാണ്. ഇങ്ങനെ കോളറയ്ക്കൊക്കെ പിടിച്ചിട്ടാണ് വേടനെ കൊണ്ടുപോകുന്നത്. ക്രിമിനലിനെ കൊണ്ടുപോകുന്ന രീതിയിലാണ് കൊണ്ടുപോകുന്നത്. മോഹൻലാലും സുരേഷ് ഗോപിയും മറിച്ചു നോക്കുന്ന സമയത്ത് അവർ എത്ര പെട്ടെന്നാണ് ആ കേസിൽ നിന്ന് അല്ലെങ്കിൽ ഒന്നും അല്ലാണ്ടായത് ആ കേസ്. സുരേഷ് ഗോപിയുടെ പേരിൽ കേസ് പോലും ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് സുരേഷ് ഗോപിക്കെതിരെ ഈ പറയുന്ന വേടൻ ഉപയോഗിച്ചതുപോലെ പുലിപ്പല്ല് എന്ന് തോന്നിക്കുന്ന ഒരു ആഭരണം സുരേഷ് ഗോപി ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അടക്കം ഒരാള് പരാതി കൊടുക്കുന്നത്. പക്ഷെ അന്വേഷണം പോയിട്ട് വനംവകുപ്പ് നിങ്ങൾ ഇതിലൊരു നിലപാട് അറിയിക്കണമെന്ന് പോലും സുരേഷ് ഗോപിയോട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നതാണ്. കേസിന്റെ ഒരു തുമ്പവും ഇല്ല, ഒന്നുമില്ല. ഒരാൾ ആരോപിച്ചു, ഒരാൾ കേസ് നൽകി, ഫയൽ ഹർജി കൊടുത്തു. അല്ലാതെ അതിനപ്പുറം സുരേഷ് ഗോപി എന്ന ഒരു വ്യക്തി ഇന്ന് ചാനലിൽ ഒരു സംസാര വിഷയമേ അല്ല. അതാണ് പറയുന്നത്. പിടിപാടും ജാതീയ സ്ഥലങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പല കേസുകളിലും നിസ്സാരമായിട്ട് ഇവിടെ ഇപ്പൊ ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ വേടൻ എന്ന് പറയുന്ന ആൾക്ക് ഇത്രയും വലിയൊരു മോറൽ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല എങ്കിൽ വേടൻ ഇന്നും അകത്താണ്. ഈ കേസ് വന്നപ്പോ പോലും വേടന്റെ സപ്പോർട്ട് ചെയ്ത ആളുകൾ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് നിന്നുകൊണ്ട് മാത്രമാണ് ഈ കേസ് ഇത്രയും പെട്ടെന്ന് ഒതുക്കി തീർത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് പോലും ജയിലിൽ കസ്റ്റഡിയിൽ നിന്ന് വേടൻ പുറത്തിറങ്ങിയപ്പോൾ അയാളുടെ കൃത്യമായിട്ടുള്ള നിലപാടിലും സ്റ്റാൻഡേർഡിലും കീപ്പ് ചെയ്ത് നിന്നു എന്നതാണ് വേടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത്. അയാളുടെ പല മാധ്യമ പ്രവർത്തകരും ചോദിച്ചു, നിങ്ങൾക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത്? വേണമെങ്കിൽ അലക്കി വെളുപ്പിക്കാൻ വേടനെ കൊണ്ട് പറ്റുമായിരുന്നു. പക്ഷെ വേടൻ പറഞ്ഞു, ആ കേസിൽ എനിക്കൊന്നും പറയാനില്ല, അതിപ്പോൾ കോടതി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കേസാണ്, അത് വിധി വന്നതിന് ശേഷം നമുക്കതിനെ കുറിച്ച് സംസാരിക്കാം. പിന്നെ വേടൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, അത് തെറ്റാണ്, എനിക്കത് മനസ്സിലായി, ഞാൻ അതിൽ തിരുത്തു വരുത്തും. വേടൻ ഇതിനു മുമ്പ് ഒരു പാട്ടിൽ പറഞ്ഞിട്ടുണ്ട്, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റ് തിരുത്തി നീ മുന്നോട്ട് വാ. അത് തന്നെയാണ്. അതായത് വേടന്റെ നിലപാടിൽ അന്നും ഇന്നും ഒരു മാറ്റം വന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ആ ഒരു സെന്റൻസ്. അപ്പൊ എന്തായാലും വേടൻ തെറ്റ് തിരുത്തുവോ ഇല്ലയോ എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. പക്ഷെ അയാൾ തിരുത്താമെന്ന് ആൾക്കാരുടെ മുന്നിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അയാൾ ചെയ്തത് തെറ്റാണെന്നുള്ള യാതൊരു നാണക്കേടും വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ നാണക്കേടാന്നും വിചാരിച്ചിട്ട് അയാൾ ഒന്നും പറയാതിരുന്നിട്ടില്ല. കൃത്യമായിട്ട് ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു അക്സെപ്റ്റൻസ് ആണ് ഇവിടെ പല ആളുകൾക്കും ഇല്ലാത്തതും. പിന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു ചർച്ചയിൽ കഞ്ചാവ് പ്രസാദമായി നൽകുന്ന ഒരു ക്ഷേത്രത്തെ കുറിച്ചിട്ട് സംസാരിക്കേണ്ടായിരുന്നു. അപ്പോ അതിനെ കുറിച്ചും കൂടി നമ്മൾ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം വേടനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചതിനിടയിലാണ് ഒരു കമന്റ് കണ്ടത്. നിങ്ങൾ എന്താണ് ഈ വിളിച്ചു പറയുന്നത്? ശിവക്ഷേത്രങ്ങളിലൊന്നും കഞ്ചാവ് കൊടുക്കുകയൊന്നുമില്ല, പ്രസാദമായിട്ടൊന്നും കൊടുക്കൂല എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അപ്പം ഞങ്ങൾക്ക് അറിയാത്തോണ്ടല്ല, ഞങ്ങൾ പല ക്ഷേത്രങ്ങളുടെയും പേര് പറയേണ്ടതില്ല, അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാമെന്നുള്ളതുകൊണ്ടാണ് പേരൊന്നും പറയാതിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു കമന്റ് ഇടുമ്പോൾ നമ്മൾ അത് വ്യക്തമാക്കേണ്ടതുണ്ട്. കർണാടകയിലെ ചില ക്ഷേത്രങ്ങളിൽ കഞ്ചാവ് പ്രസാദമായി നൽകാറുണ്ടെന്നാണ് പറയുന്നത്. ശരണ, ആരൂഢ, ശബ്ദ, അവധൂത എന്നൊക്കെയുള്ള ആചാരങ്ങളുടെ ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തില് കഞ്ചാവ് ദിവ്യമാണ് എന്ന് കരുതിക്കൊണ്ട് കഞ്ചാവ് ദിവ്യമാണ് എന്ന് കരുതാൻ നമുക്കറിയാം. കഞ്ചാവ് എന്ന് പറയുന്നത് ഒരു ചെടിയാണ്, നമ്മുടെ ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ്. പക്ഷെ അത് നൽകുന്ന മത്ത് വേറെയാണ്, അതുകൊണ്ടാണ് അത് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള കഞ്ചാവ് മൂലം ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കേരളക്കാരെ പ്രത്യേകിച്ച് ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമൊന്നുമില്ല, നന്നായിട്ട് അറിയാം.
അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. അത് മാത്രമല്ല ഈ ക്ഷേത്രങ്ങളിൽ ഇത് കൊടുക്കുന്നത് പ്രസാദമായിട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തരെ ജ്ഞാനോദയത്തിലേക്കൊക്കെ ഇത് എത്തിക്കും എന്നുള്ള വിചാരിച്ചിട്ടാണ് ദിവ്യ ഔഷധം എന്നാണ് അവിടെ പറയപ്പെടുന്നത് തന്നെ. അങ്ങനെയാണ് ഈ കർണാടക മാത്രമല്ല, കർണാടക ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. എവിടെയും അങ്ങനെ കൊടുക്കുന്നില്ല എന്ന് വാദിച്ചത് കൊണ്ട് മാത്രം മറുപടിയായിട്ട് പറഞ്ഞു എന്നുള്ളൂ. കർണാടകയിലെ ജില്ലയിലൊക്കെ മൗനേശ്വര തുടങ്ങിയിട്ടുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഇത്തരത്തില് വലിയ രീതിയിൽ കഞ്ചാവ് നൽകുന്നുണ്ട്. ഇനി കോടതിയുടെ വിധിയെ കുറിച്ച് നമ്മൾ പറയേണ്ടതുണ്ട്. അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പിടിപ്പും പിടിപാടും ഒക്കെയുള്ള ആളുകൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ പല കേസുകളിലും നമ്മുടെ പ്രതിഭ MLA-യുടെ മകനെ കേസിൽ നിന്ന് ഊരിയതടക്കമുള്ള ഉദാഹരണങ്ങൾ വെച്ച് പലരും പറയുന്നുണ്ട്. പക്ഷേ കോടതിയുടെ നീതി എന്ന് പറയുന്നത് അതിവിടെ നീതി തന്നെയായിരുന്നു. വേടന്റെ കേസിൽ വേടനെ പല രീതിയിൽ കൊടുക്കാനുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് അടക്കം എടുത്തു. വനംവകുപ്പ് പറഞ്ഞു ജാമ്യം കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. പക്ഷെ കൃത്യമായിട്ട് കോടതി കോടതിയുടെ നീതിയായിരുന്നു സത്യം പറഞ്ഞ വേടന്റെ ഇന്നത്തെ വിജയം എന്ന് പറയുന്നത്. കോടതിയിൽ ജനങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട് എന്ന് തെളിയിക്കുന്ന നീതി തന്നെയായിരുന്നു കോടതി ഇന്ന് നടപ്പാക്കിയത്. കോടതി കൃത്യമായിട്ട് പറഞ്ഞു ഇത്രയും നിർബന്ധിച്ച് വേടനെ അറസ്റ്റ് ചെയ്യിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അയാൾ ഒരു പബ്ലിക് സ്ഥലത്ത് പോയി ഏറ്റവും കൂടുതൽ സംവദിക്കുന്ന ഒരാളാണ്. അപ്പൊ അയാൾക്ക് ഇതുപോലെ ഒരു ഗിഫ്റ്റ് കിട്ടി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണം. ഇനി അത് വിശ്വസിച്ചില്ല എങ്കിൽ അന്വേഷണം നടത്തിക്കോളൂ, എന്തിന് കസ്റ്റഡിയിൽ നിർത്തണം എന്നുള്ള രീതിയിൽ തന്നെയാണ് കോടതിയുടെ ഒരു തീരുമാനമുണ്ടായത്. എന്തായാലും വേടൻ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലെത്തിയ വേടന്റെ അവസ്ഥ മറ്റൊരു തലത്തിലേക്കായിരുന്നു. അച്ഛനും അമ്മയും ചൂഷണം ചെയ്യാൻ വേണ്ടി മാധ്യമപ്രവർത്തകർ അവിടെ ദയവായി പോവാതിരിക്കുക. കാരണം വേടൻ എന്ന് പറയുന്നത് സമൂഹത്തോട് അത്രയും ഇന്ററാക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. പക്ഷെ അവരുടെ വീട്ടിലുള്ളവർ അത്തരക്കാരല്ല എന്നുകൂടി നമ്മളിവിടെ തീർച്ചയായിട്ടും പറയേണ്ട കാര്യമാണ്. അത് കഴിഞ്ഞ ദിവസം വേടൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്റെ അച്ഛനമ്മയൊക്കെ സാധാരണക്കാരനാണ്, ഞാനും ഒരു സാധാരണക്കാരനായിരുന്നു, ഞാൻ ഇന്നാണ് വളർന്നു വന്നത്. പക്ഷെ ഈ ഒരു വിഷയം വന്നപ്പോൾ പല മാധ്യമ പ്രവർത്തകരും ബൈറ്റ് കിട്ടാൻ വേണ്ടി ഈ അച്ഛനമ്മനെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവര് പറയുന്ന കാര്യം അവർക്ക് ഒരുപക്ഷെ സംസാരിക്കാൻ പോലും അറിയുന്നുണ്ടാവില്ല. അപ്പം അവര് പറയുന്ന കാര്യങ്ങളൊക്കെ വളച്ചൊടിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഒരാളുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറുമ്പോൾ അല്ലെങ്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊരു മാന്യത വേണം. പലരും റീച്ചിന് വേണ്ടിയിട്ട് പല രീതിയിലും മോശമായിട്ടുള്ള രീതിയിലൊക്കെ കുത്തി ചോദിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. ഇപ്പോ ജാമ്യം ലഭിച്ചതിന് ശേഷം നമ്മുടെ മന്ത്രിമാർ, നമ്മുടെ CPM, നമ്മുടെ ഭരിക്കുന്ന പാർട്ടിയുടെ മന്ത്രിമാർ പറയുന്ന ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചത് എങ്ങനെയായിരുന്നു വെച്ചാൽ വേടൻ രാഷ്ട്രീയ ബോധമുള്ള മികച്ച കലാകാരനാണെന്നാണ് പറഞ്ഞത്. അത് നമ്മുടെ വനംവകുപ്പ് മന്ത്രിയാട്ടോ പറഞ്ഞത്. എങ്ങനെ ഇത്രയും കേസും പുല്ലാപ്പും എല്ലാം കഴിഞ്ഞ് കോടതിയിൽ ഇനി കളിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കിയ ശേഷം പ്രതികരിച്ചതായിരുന്നു ഇത്തരത്തില്. പിന്നെ നടന്ന സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണെന്നും പ്രതീക്ഷയുള്ള കലാകാരനാണ് വേടനെന്നും പിന്നെ തിരുത്തൽ വരുത്തി തിരികെ വരണമെന്നുമാണ് നമ്മുടെ സ്വന്തം AK ശശീന്ദ്രൻ വ്യക്തമാക്കിയത്. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് ഇത്രയും ദിവസം ചെയ്തതിനോ ഒന്നും പറയാനില്ല. അത് മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ട ഗോവിന്ദൻ ചേട്ടനും ഒരു കാര്യം സംസാരിക്കേണ്ടായി. ചാവൽ നോവുകൾക്കെല്ലാം നാവായി അവൻ ഇനിയും പാടട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ എന്തിനാണ് ഇത്രയും നാവറുത്ത് ഇത്രയും നാള് ഇട്ടത് എന്തിനായിരുന്നു എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. നാവറുത്തിട്ടത് എന്നതിനേക്കാൾ ഉപരി ഇവരൊക്കെ പ്രതികരിച്ച സമയം നോക്കണം. നാട്ടുകാരും ഈ പറയുന്ന യുവതലമുറയും കോടതിയും അടക്കം ഈ വേടന്റെ ഭാഗത്ത് തെറ്റുകൾ വലിയ രീതിയിലില്ല. ഈ പറയുന്ന രീതിയിൽ പൂർണ്ണമായിട്ടൊന്നും ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത പോലെ നാം അടിച്ചാക്ഷേപിക്കേണ്ടുന്ന ഒരാളല്ല വേടൻ എന്ന് വ്യക്തമായതിനു ശേഷം പലരും പിന്തുണ നൽകിക്കൊണ്ട് രംഗത്ത് വന്നതിന് ശേഷം മാത്രമാണ് ഇനിയിപ്പോ ഞാൻ മിണ്ടാതിരുന്ന ശരിയാവില്ലല്ലോ എന്നതുകൊണ്ട് വേടൻ വീണ്ടും ഉയർന്നെണീറ്റ് വരും എന്ന് നന്നായിട്ട് അറിയുന്നവരാണ് ഇപ്പൊ ഇവര്. അപ്പൊ പറഞ്ഞില്ല ഇനി സംസാരിച്ചില്ലെങ്കിൽ അടുത്ത പാട്ടിൽ ഈ പറയുന്ന മൗനവും ഒക്കെ ഒരുപക്ഷെ തന്നെ വരും വന്നേക്കാം. അപ്പൊ ആ പേടിയൊക്കെ പല നേതാക്കന്മാരിലുണ്ട് എന്നതിന്റെ ഏറ്റവും ഉദാഹരണമാണ്. അത് മാത്രമല്ല കേസ് അറസ്റ്റിനുണ്ടായ സമയത്തൊക്കെ AK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വേടനെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും പറഞ്ഞ ആളുകൾക്ക് ഓർമ്മയില്ലെങ്കിലും നാട്ടുകാർ ഇതൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വേടനെ പോലെയുള്ള പാട്ടുകാർ തന്നെയാണ്, പാട്ടുകാരെന്നല്ല വേടനെ പോലെയുള്ള കലാകാരന്മാരാണ് നമ്മുടെ നാടിന് വേണ്ടത്. വേടൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് മാത്രം പറയുന്ന ഒരാളൊന്നുമല്ല, കേരളത്തെയും
ഇന്ത്യയെയും അതുപോലെ തന്നെ രാജ്യമല്ല ലോകത്തെയും അവിടെ നടക്കുന്ന അനീതികളെയും എല്ലാം കുറിച്ച് പറയുന്ന ഒരാളാണ്. അനീതികൾ മാത്രം സംസാരിക്കുന്ന ഒരാളല്ല, നല്ലതും ഇനി ചെയ്യേണ്ടത് വേണ്ടത് പറയുന്ന ആളാണ്. എല്ലാ അതായത് സാധാരണക്കാരന് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് വേടന്റെ വായിലൂടെ വരുന്നത്. ആ വായി അടയ്ക്കാൻ പല നേതാക്കന്മാരും പല സംഘടനകളും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമവും ഒക്കെ വെറുതെയാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വേടൻ കേട്ടിരിക്കുന്ന സ്വീകാര്യത.